പറമ്പ് കളക്കുന്ന രാവെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്ന മിടുക്കൻ ബൈക്കുകളാണ് ഈ കാണുന്നത്. കണ്ടോ, പറമ്പ് കളക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. വട്ടപ്പാത്തി എടുക്കാനും ഉഴുവാനൊക്കെ ഈ പവർവീഡർ വളരെയധികം സഹായിക്കുന്ന ഒരു മെഷീനാണ്. ട്രാക്ടറിന് പോലും പറ്റാത്ത ജോലി ഈ പവർവീഡർ ചെയ്യും. ഇപ്പോൾ പുതിയ കാവേരി പവർവീഡറിനോടൊപ്പം നമ്മളിപ്പോൾ സോളിഡ് ടയറാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഹാർഡ് ആയിട്ടുള്ള സർഫസിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാം. ഇത് പഞ്ചർ ആവത്തില്ല. പഴയ പവർ വീലിൽ ഒഴിക്കുന്ന ഫ്യൂവലിന്റെ 80% മതി ഇവനെ ഓടിക്കാൻ വേണ്ടി. ബാക്കി 20% നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ പക്ഷേ പുതിയ ഡബിൾ സസ്പെൻഷനായി കൊടുത്തിട്ടുള്ള കാവേരി പവർ വീൽ നോക്കുവാണെങ്കിൽ നമുക്ക് സർവീസ് വളരെ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കാവേരി പവർ വീലിൽ വരത്തില്ല. സ്വന്തമായി പോലും പറമ്പുകളൊക്കെ ശേഷിയുള്ള ഈ ഒരു പവർ വീഡറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമോ? ഇതാണ് നമ്മുടെ MDMന്റെ കാവേരി പവർ വീഡർ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് 7 HP പെട്രോൾ എഞ്ചിനാണ്. അത് മാത്രമല്ല ഇതിൽ 212 cc ആണ്. അത് ഹൈ സ്പെക്കോടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ് ഇവർ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കർഷകരുടെയൊക്കെ ഫീഡ്ബാക്ക് അറിഞ്ഞ് അവരുടെ കംപ്ലൈൻസ് ഒക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇവർ ഓരോ മെഷീൻസ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഈ ഒരു പവർ വീഡർ എന്താണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്? പഴയ കാളവന്റെ പവർ വീഡർ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ കർഷകർ പറഞ്ഞ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓവർ വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ കൂടുതൽ വരുമ്പോഴത്തേക്കും അത് കർഷകന്റെ ശരീരവേദന, കാലുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോഴത്തേക്കും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡബിൾ സസ്പെൻഷനുള്ള കാവേരി പവർ വീഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടോ കാറിൽ പോകുന്ന ഒരു ഫീൽ ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്നത്. നമ്മുടെ പഴയ പവർ വീഡറൊക്കെ യൂസ് ചെയ്യുന്ന കർഷകരോട് എടുത്തു പറയേണ്ട കാര്യമില്ല, അവർക്കെല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം, ഒരുപാട് നേരമൊന്നും അവർക്ക് ആ ഒരു പവർ വീഡർ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ മെഷീനിലായാലും നമ്മൾ ഈ പിടിക്കുന്ന ഈ ഹാൻഡിലായാലും നല്ല രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ട് അങ്ങനെ പൊതുവെ പവർ വീഡറിനുള്ള ഒരു നെഗറ്റീവായിട്ടാണ് നിന്നത്. പക്ഷേ ഇവർ ഈ ഒരു പവർ വീഡറിൽ ഈ ഒരു സസ്പെൻഷൻ കൊണ്ടുവന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം സ്മൂത്തായി അല്ലേ, നല്ല രീതിയിൽ വൈബ്രേഷൻ കുറച്ചു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പവർ വീഡർ നിങ്ങൾക്ക് നേരിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കാം. നമ്മൾ ഈ പറയുന്നത് ഒന്നും വെറുതെ അല്ല, നല്ല രീതിയിൽ പവർ വീഡറിന്റെ വർക്കിംഗിൽ എല്ലാം വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സസ്പെൻഷന് ഇത്രയധികം മാറ്റം കൊണ്ടുവരാൻ കഴിയുമല്ലേ? അതെ, ഈ സസ്പെൻഷൻ ഇത്രയും വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു പവർ വീഡർ യൂസ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അതെ, സ്ത്രീകൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ വീഡറാണ് ഇത്. ഓക്കെ, നമ്മൾ സസ്പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇതല്ലാതെ നമ്മുടെ പഴയ കാളവണ്ടി ടൈപ്പ് പവർ വീഡർ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? നമ്മുടെ പഴയ കാളവണ്ടി പവർ വീഡറിൽ നിന്ന് ഈ കാവേരി പവർ വീഡറിലേക്ക് വരുമ്പോഴത്തേക്കും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സസ്പെൻഷൻ കൊടുക്കുമ്പോഴത്തേക്കും ശരീരവേദന മാത്രമല്ല കുറയുന്നത്, അത് കൂടാണ്ട് നമ്മൾ ഇതിലിപ്പോൾ പെട്രോൾ എഞ്ചിൻ കൊടുക്കുമ്പോഴത്തേക്കും അതിന് നമുക്ക് പഴയ പവർ വീലിൽ ഒഴിക്കുന്ന ഫ്യൂവലിന്റെ 80% മതി ഇവനെ ഓടിക്കാൻ വേണ്ടി. ബാക്കി 20% നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പം ഫ്യൂവൽ കൺസപ്ഷൻ കുറവാണ്. അതെ അല്ലേ? വളരെ കുറഞ്ഞ ഫ്യൂവലിൽ നമുക്ക് ഒരുപാട് നേരം ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പഴയ പവർ വീൽ വെച്ച് നോക്കുമ്പോൾ അറിയാം, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്യൂവൽ അവർ എടുക്കുമായിരുന്നു ആ മെഷീൻ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറവാണ് അല്ലേ, നമുക്ക് ഒരുപാട് നേരം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് 1 ലിറ്റർ എണ്ണ ഒഴിച്ച് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും? 45 മിനിറ്റ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 45 മിനിറ്റ്. ഓക്കെ, പൊതുവെ ഇപ്പോൾ ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയാം, അത് എടുത്തു പറയേണ്ട കാര്യമല്ല. പക്ഷേ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ കൃഷിയിടത്തിലായാലും എന്തായാലും നമുക്ക് കിളയ്ക്കാനൊക്കെ അല്ലേ, പറമ്പ് കിളയ്ക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. വട്ടപ്പാത്തി എടുക്കാനും ഉഴുവാനൊക്കെ ഈ പവർ വീഡർ വളരെയധികം സഹായിക്കുന്ന ഒരു മെഷീനാണ്. ട്രാക്ടറിന് പോലും പറ്റാത്ത ജോലി ഈ പവർ വീഡർ ചെയ്യും. ചെറിയ സ്പേസ് മതി ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ, അതാണ് എടുത്തു പറയേണ്ട കാര്യം. ട്രാക്ടറിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സ്പേസ് അങ്ങനെയൊക്കെ വേണം. പക്ഷേ ഇത് എത്ര കുഞ്ഞു സ്പേസിലാണെങ്കിലും ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ അറ്റാച്ച്മെന്റ്സ് ഒരുപാടുണ്ടല്ലേ? അതെ, നമ്മൾ ഫ്രീ അറ്റാച്ച്മെന്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ. പഴയ ടൈപ്പ് പവർ വീഡറുകൾ യൂസ് ചെയ്തവർക്ക് അറിയാം, അത് അടിക്കടി സർവീസ് സെന്ററിൽ കയറാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ വൈബ്രേഷൻ തന്നെയാണ് മെയിൻ കാരണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് നമ്മുടെ പഴയ കാളവണ്ടി പവർ വീഡർ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ നട്ട് ബോൾട്ട് ജോയിന്റിങ് ആണെങ്കിലും അതുപോലെ വെൽഡിംഗ് ജോയിന്റിങ് ആണെങ്കിലും അതുപോലെ ഫോൾഡിംഗ് ജോയിന്റിങ് ആണെങ്കിലും അതെല്ലാം അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വൈബ്രേഷൻ വളരെ കൂടുതലായതുകൊണ്ട്. നമ്മുടെ ഇപ്പോൾ പക്ഷേ പുതിയ ഡബിൾ സസ്പെൻഷനായി കൊടുത്തിട്ടുള്ള കാവേരി പവർ വീഡർ നോക്കുവാണെങ്കിൽ നമുക്ക് സർവീസ് വളരെ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കാവേരി പവർ വീഡിൽ വരത്തില്ല. ഓക്കെ, ഇത് ഞാൻ വർക്ക് ചെയ്ത് നോക്കി, അപ്പോഴേക്ക് എന്തായാലും വൈബ്രേഷൻ 100% പോയിട്ടില്ല അല്ലേ, നമുക്ക് 50% കുറയ്ക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു വൈബ്രേഷൻ കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ കാവേരി പവറിൽ നമ്മൾ 50% സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് നമ്മൾ ടെക്നിക്കലി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എത്ര ആഴത്തിൽ കുഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡെപ്ത് റോഡാണ്. അപ്പോൾ നമ്മൾ ഡെപ്ത് റോഡ് എത്ര ആഴത്തിൽ കൊടുക്കുന്നോ അത്ര ആഴത്തിൽ കുഴിക്കും. അപ്പോൾ നമ്മൾ 100% സസ്പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലേഡ് മേലോട്ട് പൊങ്ങി വന്ന് നമ്മുടെ വേണ്ടത്ര ആഴത്തിൽ കുഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് രണ്ടിനും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 50% സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 100% ആയി കഴിഞ്ഞാൽ പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്ന് പുഷ് ചെയ്ത് താഴോട്ട് വിടുമ്പോഴേക്കും സസ്പെൻഷൻ തിരിച്ച് ആ ബ്ലേഡിനെ തിരിച്ചെടുക്കും അല്ലേ, 100% കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ബ്ലേഡ് കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു 50% നമുക്ക് കംഫോർട്ടും വേണം, വർക്കും കൃത്യമായിട്ട് നടക്കണം അല്ലേ. അത് ഇത് കൊടുക്കേണ്ടത് തന്നെ നമ്മുടെ ഈ ഇതിന്റെ ലൈഫ് നമ്മൾ കൂട്ടാൻ പറ്റും.
ഓക്കെ, നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി പറ്റും അല്ലേ? ഇതിപ്പോൾ സസ്പെൻഷൻ ആയാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ പറയാൻ പറ്റും. പഴയ പവർ വീഡർ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ മാറ്റമാണ്. നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ടോ നമ്മുടെ കാളവണ്ടിയിൽ നിന്ന് ഓൾട്ടോയിലേക്ക് അല്ലേ ആ ഒരു എന്താ വർക്ക് ചെയ്യിപ്പിക്കാൻ നല്ല ഈസിയാണ്, വളരെ ഈസിയാണ്. പിന്നെ എന്താ നല്ല കംഫോർട്ടും ഉണ്ട്, അല്ലേ? ഓക്കെ, ഒരുപാട് പേര് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടല്ലേ? ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇപ്പോൾ ഫ്യൂവൽ കൺസപ്ഷന്റെ കാര്യം പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സ് പറഞ്ഞാണ് നമ്മൾ ഇത് അറിയുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ശരിയാണ്, നമുക്ക് ഒരു 20% ഫ്യൂവൽ നമുക്ക് ഇതിന്റെ ഒപ്പം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷന്റെ കാര്യം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ, ഈ ഒരു കാവേരി മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പവർ വീഡറിൽ ഒന്നാണ് ഇവരിവിടുന്ന് അല്ലേ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് അല്ലേ? പഴയ പവർ വീഡറിലെ ഒരുപാട് വൈബ്രേഷൻ ഉണ്ടെന്ന് കർഷകർ പരാതി പറഞ്ഞല്ലോ. പറഞ്ഞപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? അത് നമ്മൾ ഒരു സസ്പെൻഷൻ ആണ് നമ്മൾ വെച്ച് നോക്കിയത്. അപ്പോഴത്തേക്കും 20% മാത്രമാണ് വൈബ്രേഷൻ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ അതിന് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഡുവൽ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും 50% വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സസ്പെൻഷനാണ് കൊടുത്തത് അല്ലേ? അതെ അതെ. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്ക് എടുത്തു. അതെ, ഫീഡ്ബാക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ അതിലും എന്താ ഇതുണ്ടായിരുന്നു, നെഗറ്റീവ് ഉണ്ടായിരുന്നു അല്ലേ? നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇതിലേക്ക് വന്നപ്പോഴേക്കും കർഷകർ അല്ലേ ഹാപ്പിയാണ്. ഓക്കെ, ഈ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർ പോലും ഈ ഒരു മെഷീൻ വാങ്ങുന്നതായിട്ട് കേട്ടു. അപ്പോൾ ശരിക്കും ആരൊക്കെയാണ് ഇതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്? ഇതെന്ന് പറയുമ്പോൾ ചെറുകിട കർഷകർക്ക് മുതൽ വലിയ കർഷകർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് തെങ്ങിൻ തോപ്പ്, അടക്കത്തോപ്പ്, മാവിന്റെ തോപ്പ് അങ്ങനെ തൊട്ട് എല്ലാ തരം കൃഷികൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2 അടി തൊട്ട് 4 അടി വരെയുള്ള കൃഷിയിടങ്ങളിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ കൃഷിക്കാരും ഒരുപോലെ ഉപയോഗിക്കാം, എല്ലാ കൃഷിക്കാർക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒരുപാട് പേര് എന്താ പല ആവശ്യങ്ങൾക്കായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കുന്നതായിട്ട് കേട്ടു. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ അറ്റാച്ച്മെന്റ്സ് ഫ്രീ ആയിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാ വരുന്നത്? 4 ടൈപ്പ് അറ്റാച്ച്മെന്റ് ആണ് ഈ മെഷീൻ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് റോഡ്, റിഡ്ജർ, 32 ബ്ലേഡ്, അതേപോലെ ഡിസ്ക്. ഇനി ഇതിന്റെയൊക്കെ ഓരോന്നിനും ഓരോ ഇതായിരിക്കുമല്ലോ, ഉപയോഗമായിരിക്കും. അതൊന്ന് പറയാമോ? നമ്മളിപ്പോൾ ഇതിന്റെ ഒപ്പം 32 ബ്ലേഡ് ആണ് കൊടുക്കുന്നത്. അതായത് 2 അടി തൊട്ട് 4 അടി വരെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റിഡ്ജർ കൊടുക്കുന്നത്, റിഡ്ജർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പനിയും കൊടുക്കാത്ത അഡ്ജസ്റ്റബിൾ റിഡ്ജർ ആണ് കൊടുക്കുന്നത്. ഈ റിഡ്ജർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തടം എടുക്കാൻ വേണ്ടിയാണ്. അതായത് തെങ്ങിൻ തോപ്പിലൊക്കെ തടം എടുക്കാൻ വേണ്ടിയാണ് ഈ റിഡ്ജർ ഉപയോഗിക്കുന്നത്. ഈ ബ്ലേഡ് എന്ന് പറയുമ്പോഴത്തേക്കും തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കൃഷിയിടങ്ങളിലും പച്ചക്കറി കൃഷിയിടങ്ങളിലും ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പുതിയ കാവേരി പവർ വീഡറിനോടൊപ്പം നമ്മളിപ്പോൾ സോളിഡ് ടയറാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഹാർഡ് ആയിട്ടുള്ള സർഫസിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാം, ഇത് പഞ്ചർ ആവത്തില്ല. ഇനി നമുക്ക് രാത്രിയിൽ പോലും നമ്മുടെ ജോലി മുടക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് പോയാലും അല്ലേ എന്താ ഏത് സമയത്തായാലും അവർക്ക് വർക്ക് മുടക്കേണ്ട കാര്യമില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്തു വർക്ക് തീർന്നില്ല, കുറച്ച് ഇരുട്ടി പോയി. എന്നാലും നമുക്ക് ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് മുടങ്ങാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു കാര്യം ഒന്ന് പറയാം, ഈ ഒരു ഗാർഡ് എന്തിനാ? ഞാൻ നേരത്തെ പറഞ്ഞാലും നമുക്കിത് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ സൈലൻസിൻ്റെ ഓഫ് സേഫ്റ്റി ഗാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തോരം നേരം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാലും ഇതിൻ്റെ ചൂടൊന്നും നമ്മുടെ ദേഹത്ത് പറ്റില്ല. ഓക്കെ, ഈ ഒരു പാർട്ടാണ് എന്തായാലും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കായാലും വളരെ ഈസി ആയിട്ട് എന്താ സേഫ്റ്റിയുടെ കാര്യം ആലോചിച്ച് ആരും ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു പ്രായത്തിലുള്ളൊരു യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹാൻഡിലും അവർ അതിനുള്ള സൗകര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ലിവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഈ ലിവർ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹൈറ്റിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ആ ലിവർ ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറ്റിൽ വർക്ക് ചെയ്യിപ്പിക്കാം. കണ്ടോ, അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുള്ള ആൾക്ക് വർക്ക് ചെയ്യിക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാ സിമ്പിൾ മെക്കാനിസമോ ജസ്റ്റ് ലോക്ക് ചെയ്യുക. കണ്ടോ, ഹൈറ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? നമ്മുടെ കാവേരി പവർ വീഡർ ഒരു മൾട്ടിപർപ്പസ് മെഷീൻ കൂടിയാണ്. ഇതിൽ നമുക്ക് ട്രെയിലർ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ആവശ്യമുള്ള 500 കിലോയോളം സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് മാത്രമല്ല ഇതിൽ നമുക്ക് PT അറ്റാച്ച്മെന്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്പ്രേ അറ്റാച്ച്മെന്റ് ചെയ്ത് നമുക്ക് മരുന്നടിക്കാം. ഇനി അറിയേണ്ടത് പ്രൈസിന്റെ കാര്യമാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസിന്റെ കാര്യം എങ്ങനെയാണ്? ഇത് നമുക്ക് 15,000 രൂപ സബ്സിഡിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 47,990 ആണ്. നമ്മളിപ്പോൾ 15,000 രൂപ സബ്സിഡിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും 32,990 രൂപയാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ലൈറ്റ് ഇല്ലാത്ത മോഡലാണ്. ഇപ്പം നിങ്ങൾക്ക് ലൈറ്റുള്ള മോഡലാണ് വേണ്ടെങ്കിൽ 2,000 രൂപ എക്സ്ട്രാ അടിച്ചാൽ മതി. റെഡി ക്യാഷ് കയ്യിലില്ലാത്ത ഈ മെഷീൻ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഫിനാൻസ് സ്കീം ഉണ്ടോ ഇവിടെ? അതെ, നമുക്ക് EMI അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ മെഷീൻ സ്വന്തമാക്കാം. ഓക്കെ, ചെറിയൊരു പേയ്മെന്റ് അടച്ചുകൊണ്ട് നമുക്ക് ഈ മെഷീൻ സ്വന്തമാക്കാം. ഓക്കെ, ആ ഒരു സ്കീമിലേക്ക് നിങ്ങൾക്ക് മാറാം. അപ്പോൾ അങ്ങനെ ഫിനാൻസ് സൗകര്യവും ഈ ഒരു മെഷീന് അവൈലബിൾ ആണ് അല്ലേ? അതെ. ഇപ്പം ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ EMI സ്കീം ആണെങ്കിലും ആദ്യം വിളിക്കുന്ന 50 പേർക്ക് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ആദ്യം വിളിക്കുന്ന 50 പേർക്ക് മറക്കരുത്. ആ ഒരാൾ നിങ്ങളാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത്രത്തോളം ഓഫർ ഇവിടെ തരുന്നുണ്ട്. പ്രൈസിന്റെ കാര്യം പറഞ്ഞു. ഇനി അറിയേണ്ട സർവീസിന്റെ സപ്പോർട്ടിനെ കുറിച്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മെഷീൻസ് വാങ്ങുന്ന എല്ലാവർക്കും അറിയാം, കൃഷിക്കൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു സർവീസിന്റെ ആവശ്യം എപ്പോഴെങ്കിലും വരാതിരിക്കില്ല. അപ്പോൾ സർവീസിന് സപ്പോർട്ട് എങ്ങനെ കൊടുക്കുന്നത്? നമുക്ക് തിങ്കൾ മുതൽ
ഞായർ വരെ നമുക്ക് സർവീസ് ടീം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ സർവീസ് ടീം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. കേരളത്തിൽ വരുന്ന സർവീസ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂരാണ്. പിന്നെ നിങ്ങൾക്ക് ഡോർ സ്റ്റെപ്പ് സർവീസ് വേണമെങ്കിൽ അവിടെ നമ്മുടെ സർവീസ് ടീം അവൈലബിൾ ആണ്. ഓക്കെ, ഡോർ സ്റ്റെപ്പ് സർവീസ് ആണെങ്കിൽ അവിടെ വന്ന് സർവീസ് അല്ലേ വീട്ടിലൊന്നും ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇനി സർവീസിൻ്റെ കാര്യം എന്താ വേണ്ടത്? അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഇവർ വർഷങ്ങളായിട്ട് കർഷകർക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള മെഷീൻസ് ചെയ്ത് കൊടുക്കുന്ന വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ മെഷീൻസ് എടുക്കാം. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ കാവേരിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ. നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറയുമ്പോഴത്തേക്കും മോഡേൺ ഡയറി മെഷീൻസ് ആണ്, MDM. നമ്മുടെ കമ്പനി ലൊക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ കോവിൽപ്പാളയമാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ് അവർ കൂടുതലായിട്ട് മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കർഷകരുടെ മനസ്സറിയുന്ന ഒരു മാനുഫാക്ചറിങ് ടീമാണെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അവർ മാനുഫാക്ചർ തന്നെയാണ്. അപ്പോൾ ട്രേഡിംഗ് അല്ല ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂരിൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് കമ്പനീസ് ഉണ്ട്, അതിൽ കൂടുതലും ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നിന്ന് കമ്പനിയിൽ എല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മാനുഫാക്ചറാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇവിടുന്ന് വാങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് ഒരിക്കലും കേരളത്തിൽ മെഷീൻസ് ഈ ഒരു മെഷീൻസ് ഒന്നും കിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കൈമറിയാണ് നിങ്ങളിലേക്ക് മെഷീൻസ് എത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്കാണ് ഈ മെഷീൻസ് എല്ലാം എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ആയാലും ക്വാളിറ്റി ആയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അല്ലേ കാവേരി പവർ വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.